അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം. ഇത്രയും സ്റ്റാർട്ട് ഫുഡ് കണ്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കാമെന്ന് കരുതി അങ്ങനെ വൈൻ ഇടാൻ തീരുമാനിച്ചു. ഈ സ്റ്റാർ ഫ്രൂട്ട്സ് നല്ല മധുരമാണ് കേട്ടോ. സാധാരണ സ്റ്റാർ ഫ്രൂട്ട്സ് ഒക്കെ 1-2 കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. ഇതങ്ങനെയല്ല, എത്ര എണ്ണം കഴിച്ചാലും മടുക്കത്തില്ല. ഇത് തമിഴ്നാട്ടിലൊക്കെ കിലോ 400 രൂപയാണ് മേടിക്കുന്നത്. അത് മാത്രമല്ല നല്ല മണവും കൂടിയാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ സ്റ്റാർ രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണല്ലോ സ്റ്റാർ ഫ്രൂട്ട്സ് എന്ന പേര് വന്നത്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് പഞ്ചസാരയും കുറച്ച് ഗ്രാമ്പു, പട്ട, ഏലക്ക എന്നിവയൊക്കെയാണ്. ഇത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഏകദേശം ഒരു 1.5 കിലോയോളം സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ട്. ഞാൻ 1 കിലോ പഞ്ചസാരയാണ് ഇതിലോട്ട് ആഡ് ചെയ്തത്. നമ്മൾ ഗ്രേപ്സ് ഒക്കെ വൈനിടുമ്പോൾ ഗോതമ്പ് ചേർക്കാറുണ്ട്, എന്നാൽ ഇതിൽ ഗോതമ്പൊന്നും ചേർക്കുന്നില്ല. വെറും 3 സാധനങ്ങൾ മാത്രമേ ചേർത്തതുള്ളൂ. പിന്നെ തിളപ്പിച്ചറിയ വെള്ളം, നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ ആവശ്യമുള്ളത് അത്രയും വെള്ളം ഇതിൽ ചേർക്കും. ഇത് 25 ദിവസം അടച്ചു വെച്ചാൽ മാത്രമേ വൈനാകത്തുള്ളൂ. അതിനിടയ്ക്ക് വെച്ച് ഒരു 5 ദിവസം ആകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം പിന്നെ 25 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ. തണുപ്പും പിടിച്ച് എന്തെങ്കിലും ഒരു പരിപാടി വേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് വൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്ക് എടുത്തതിനെ അരിച്ചൊക്കെ എടുക്കാം. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം. ആദ്യം ഇതിൻ്റെ ഫിൽറ്റർ ചെയ്ത് വെള്ളം എടുക്കാം. നമ്മൾ സ്റ്റാർ ഫ്രൂട്ടിനകത്ത് വൈൻ ഇട്ട് നോക്കാവുന്നൊരു പരീക്ഷണമായിരുന്നു. അപ്പോൾ അതെന്തായാലും ഇട്ടിട്ടുണ്ട്. ഇനി 25 ദിവസമായി. ഇതിനെ ഇനി നമുക്ക് അരിച്ചെടുക്കണം. എങ്ങനെയാവും നോക്കാം. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ, സംഭവം ഭംഗി നല്ല കിടുവായിട്ടുണ്ട്. അതിൻ്റെ മണമൊക്കെ കേട്ടാൽ നമുക്കറിയാൻ പറ്റും. അതിനെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇതിനെ ഇങ്ങനെ അരിച്ചെടുത്തിട്ട് നമുക്കിതിനെ പിഴിയേണ്ടതായിട്ടുണ്ട്. പിഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സാധനം സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. നമ്മൾ വിചാരിച്ച പോലെയല്ല, സംഭവം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പിഴിയണം. ഈ വൈനൊന്നും വെളിയിൽ കാണിക്കാൻ പറ്റത്തില്ല. എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്, അവന്മാർ ചോദിക്കും. സ്റ്റാർ ഫ്രൂട്ടിൻ്റെ വൈനാണ് ഇത്. ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂത്രത്തിക്കല്ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാടൊന്നും എടുത്ത് കുടിക്കില്ല, കുറേശ്ശെ വയ്ക്കുക. അപ്പോൾ ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെടുത്ത് തെളിയാൻ വെക്കണം. ഈ തെളിഞ്ഞിട്ടേ നമുക്ക് വൈനായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തെളിയാൻ വേണ്ടി നമ്മൾ ഇരുന്ന ആ പാത്രത്തിൽ തന്നെ വൈനെ ഒഴിച്ച് അങ്ങനെ വീണ്ടും ഒന്നുകൂടെ അരിക്കണം. എൻ്റെ ശകലമൊക്കെ അങ്ങോട്ട് പോയി വഴിച്ചിട്ട് നമുക്ക് തെളിയാൻ വെക്കണം. അപ്പോൾ 2 ദിവസമാണ് ഇതിൻ്റെ തെളിയുന്ന പരിപാടി.